ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ഏറ്റവും കൂടുതൽ കേട്ട ഒരു കാര്യമാണ് സിനിമാ മേഖലയിലെ 15 അംഗത്തിന്റെ പവർ ഗ്രൂപ്പ്. ആ പവർ ഗ്രൂപ്പ് അങ്ങനെ ഒരു സംഭവം പോലുമില്ലെന്ന് പല നടന്മാരും പറഞ്ഞിരുന്നു. എന്നാൽ എല്ലാം പച്ചക്കള്ളമാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ് ഇന്ന്. കാരണം ഈ 15 അംഗത്തിന്റെ പവർ ഗ്രൂപ്പിന്റെ നായകൻ മറ്റാരുമല്ല, നടൻ ദിലീപ് തന്നെയാണെന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരം. ഹേമ കമ്മിറ്റിയിൽ തന്നെ ഇക്കാര്യം സൂചിപ്പിച്ചിരിക്കുകയാണ്. ഏകദേശം 10 വർഷത്തോളം മലയാള സിനിമയെ ഭരിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ് നടൻ ദിലീപ്. എന്തിന് മോഹൻലാലും മമ്മൂട്ടിയും പോലും സിനിമാ മേഖലയിൽ ഒന്നുമല്ല ദിലീപിന്റെ മുന്നിൽ. എന്തിന് കുഞ്ചാക്കോ ബോബൻ, പൃഥ്വിരാജ്, പാർവതി തിരുവോത്ത്, രമ്യ നമ്പീശൻ, ഭാവന എന്നിങ്ങരുടെ സിനിമാ ജീവിതം തന്നെ തകർത്ത വ്യക്തിയാണ് ദിലീപ്. കുഞ്ചാക്കോ ബോബന്റെ കരിയർ തന്നെ നശിപ്പിച്ച ഒരു വ്യക്തി നടൻ ദിലീപാണെന്ന് രഹസ്യമായ പരസ്യമാണ്. ഒരു സിനിമ ഇറങ്ങുമ്പോൾ ആരാണ് അഭിനയിക്കേണ്ടതെന്നും ആരാണ് നായികയാവേണ്ടതെന്നും ആ സിനിമ എപ്പോഴാണ് റിലീസ് ചെയ്യപ്പെടേണ്ടത് എന്നൊക്കെ ഉള്ള തീരുമാനങ്ങൾ നടൻ ദിലീപാണ് എടുക്കുന്നത്. 2017 നടി ആക്രമിക്കപ്പെട്ട സംഭവം വന്നതിന് തൊട്ടു പിന്നാലെയും WCC അംഗങ്ങളെ സിനിമയിൽ നിന്നും മാറ്റി നിർത്താനും നടൻ ദിലീപ് പറഞ്ഞിരുന്നു. മാത്രമല്ല, മഞ്ജു വാര്യർക്ക് പല അവസരങ്ങളും നഷ്ടമാവാൻ കാരണവും നടൻ ദിലീപ് തന്നെയാണെന്നാണ് സൂചന. തന്റെ സിനിമാ ജീവിതം നടൻ ദിലീപ് തകർക്കാൻ നോക്കുന്നുവെന്ന് ഭാവന പരസ്യമായി ഇടവേള ബാബുവിനോട് പരാതി നൽകിയിട്ടുണ്ടെങ്കിലും അതുപോലും ആരും വകവച്ചില്ല. കാര്യം അന്ന് മലയാള സിനിമ ഭരിച്ചിരുന്നത് നടൻ ദിലീപാണ്. ഈ ഒരു കാരണം കൊണ്ട് തന്നെ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ നടൻ ദിലീപ് അകത്തായപ്പോൾ പലരും സന്തോഷിച്ചിരുന്നു. എന്നാൽ പുറത്തു വന്നതിനു ശേഷം പലരും ദിലീപിനെതിരെ നൽകിയ മൊഴി പോലും മാറ്റി പറഞ്ഞു. അതും ദിലീപിന്റെ സ്വാധീനം തന്നെന്നാണ് ഇപ്പോൾ പറയുന്നത്. ഹേമ കമ്മിറ്റി വന്നതോടുകൂടി ദിലീപും കാവ്യയും ഒന്നും അറിയാത്ത മട്ടിലായിരുന്നു വീടിനുള്ളിൽ. പക്ഷേ ഇനി അവർക്കും രക്ഷയില്ലെന്നും ഇനി ഈ ഒരു വിഷയത്തിൽ ദിലീപിനെ പല കാര്യങ്ങൾ ചോദ്യം ചെയ്യുകയും ചെയ്യും.